ഗൗരിച്ചി, ഇത് വല്ലാത്ത ചതിയായിപ്പോയി. നമ്മൾ രണ്ടുപേരെയും എങ്ങനെ ഒഴിവാക്കാന്ന് അവള് ബുദ്ധിപൂർവ്വം ആലോചിച്ച് കണ്ടുപിടിച്ച വഴിയാ. ഇതിനൊരു മറുപടി കൊടുക്കണ്ടേ ഗൗരിച്ചി? വേണം. കൊടുക്കുമ്പോ നല്ല മുട്ടം പണി തന്നെ കൊടുക്കണം അവർക്ക്. അതിനിപ്പോ എന്താ ഒരു വഴി? ഒരു വഴിയുണ്ട്. അവള് പ്ലാൻ ചെയ്ത പിറന്നാൾ ആഘോഷത്തില് അവൾ ഉണ്ടാവരുത്. അതെങ്ങനെ? ഇനി അവരെങ്ങനെ ഈ വീട്ടിൽ നിന്ന് മാറ്റും? ഈ വീട്ടിൽ നിന്ന് മാറ്റണ്ട. പകരം ആഘോഷത്തിൽ നിന്ന് അവളെ അങ്ങ് മാറ്റിയാ മതി. എന്ന് വെച്ചാ ആ സമയത്ത് അവള് ബോധത്തോടെ ഉണ്ടാവരുത്. അവളെ മയക്കണം. അത് തന്നെടി, അവളെ ഉറക്കിക്കിടത്തണം. അതിനൊരു മരുന്നേ എന്റെ കയ്യിലുണ്ട്. ഇത് കണ്ടോ? എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ കയ്യിൽ കരുതിയതാ. പക്ഷേ അത് ഇത്ര പെട്ടെന്ന് വേണ്ടി വരുമെന്ന് കരുതിയില്ല. അല്ല, ഇതെങ്ങനെ നമ്മൾ അവർക്ക് കൊടുക്കും? അവൾ ഉണ്ടാക്കുന്ന പായസത്തിൽ ചേർത്ത് തന്നെ നമ്മൾ അവൾക്ക് പണി കൊടുക്കും. കേക്ക് മുറിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും പായസം കൊടുക്കണം. അവൾക്ക് പായസം കൊടുക്കുന്ന ഗ്ലാസ്സിൽ ഈ മയക്കുമരുന്ന് നമ്മൾ കൊടുക്കും. ഇത് കഴിച്ച് 2 മിനിറ്റിനകം ആനക്കുട്ടി മയങ്ങി വീഴും. കേക്ക് മുറിക്കുന്നതും സദ്യ വിളമ്പുന്നതും എല്ലാം നമ്മൾ മാത്രം. നാളെ രാവിലെ വരെ ഇതിന്റെ മയക്കം നിൽക്കും. എങ്ങനെയുണ്ട് ഈ ഗൗരിയുടെ ഐഡിയ? ഇത് കലക്കും, കലക്കി പൊളിക്കും. കേട്ടപ്പോ തന്നെ എനിക്കൊരു സന്തോഷം തോന്നുന്നു. ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. എന്താടി? ഏട്ടൻ വല്യച്ഛനും മുണ്ട് ഷർട്ടും വാങ്ങാനല്ലേ പോയത്? അതെ. ഗിരിയേട്ടനോടും കൂടി ഒരെണ്ണം വാങ്ങാൻ പറയാം. എന്നിട്ട് ഗിരിയേട്ടൻ വാങ്ങുന്ന മുണ്ട് ഷർട്ട് ഇടിച്ച് വല്യച്ഛനെ കൊണ്ട് കേക്ക് കട്ടിയിക്കണം. എങ്ങനെയുണ്ട് എന്റെ ഈ ചെറിയ ഐഡിയ? ഇത് ചെറിയ ഐഡിയ അല്ല മോളെ. ചേട്ടനെയും അനിയനെയും വല്യച്ഛനെയും തമ്മിൽ തെറ്റിക്കാനുള്ള നല്ല ഒന്നാന്തരം ഐഡിയ. നീ വിളിക്ക്, ഗിരിയെ വിളിച്ച് കാര്യം പറ. ഹലോ ഗിരിയേട്ടാ. ഹലോ ഏട്ടാ. എന്താ സ്വാതി? പിന്നെ അച്ഛന് പിറന്നാളിനിടാനുള്ള ഡ്രസ്സ് വാങ്ങിക്കണം, മറക്കരുതേ. വാങ്ങിക്കാം, ഞങ്ങൾ ഇപ്പെത്തും. ഓക്കെ ഏട്ടാ. എന്റെ ഗൗരി മോളെ, ഞാൻ ഇപ്പൊ അമ്മയുടെ കാര്യം ഓർത്തതേ ഉള്ളൂ. അപ്പൊ തന്നെ ദേ അമ്മ. എനിക്കറിയാം എന്റെ മോള് ഞാൻ വരുന്നത് കാത്തിരിക്കുന്നു. അതെ, തള്ളി തള്ളി രണ്ടുപേരും കൂടെ ഈ വീട് മൊത്തത്തിൽ തള്ളിമറിച്ച് ഇട്ടേക്കല്ലേ. ഈ അച്ഛന്റെ ഒരു തമാശ. ആഹാ,
സ്വാതിമോളെ, രാജീവ് എവിടെ അമ്മ? അവൻ വൈകുന്നേരം വരുള്ളൂ. അവനെ കമ്പനിയുടെ എന്തോ വലിയ മീറ്റിങ്ങിന് പോയതാ. ഏത് കമ്പനിയുടെ? എന്ത് രാവിലെ അവൻ പറഞ്ഞിട്ട് പോയത് മറന്നുപോയോ? ഈയിടെയായിട്ട് ഇപ്പൊ എങ്ങനെയാ പല കാര്യങ്ങളും മറന്നു പോവുക. അച്ഛനെവിടെ സ്വാതിമോളെ? മുകളിലുണ്ട്. രണ്ടാളും വാ. മനുഷ്യ ഒപ്പം നിന്ന് കാലുവാരി ഉണ്ടല്ലോ, കൊന്നുകളഞ്ഞൻ. എടി, അവൻ കമ്പനി മീറ്റിംഗിന് പോയെന്ന് നീ ഇവിടെ ഒന്ന് കള്ളം പറയുന്നത് ഞാൻ അറിഞ്ഞു. പിന്നെ എന്താ പറയണ്ടേ? അവന് വയറിളക്കമായിട്ട് ബാത്റൂമിൽ കയറി ഇറങ്ങി നടക്കാൻ ഇവിടെ പറയാൻ പറ്റുമോ? നീ ഉണ്ടാക്കി കൊടുത്ത ചക്ക അലുവ കഴിച്ചല്ലേ അവന് ഈ കുഴപ്പം സംഭവിച്ചത്. ഞാൻ അപ്പോഴേ അവനോട് പറഞ്ഞതാ, ഗ്രഹണി പിടിച്ചവനെ പോലെ അപ്പടി വാരി കഴിക്കല്ലേ. നിന്ന് ഗുണവതീരം പറയാതെ വരുന്നുണ്ടോ? വാ മനുഷ്യ. സൂക്ഷിച്ചു ചെയ്യണം. നേരത്തെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉണ്ട് മാഡം. വയ്ക്കോ. ശരി. അച്ഛാ, അച്ഛാ. ദേ, ആഹാ, എല്ലാരും ഉണ്ടല്ലോ. സദാശിവ, സുഖല്ലേ? ഓ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അച്ഛാ, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. പിറന്നാൾ കേക്കുമായി ഇപ്പൊ ആളിങ്ങെത്തും. അതിന്റെ ഒന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ മോളെ. എന്നാലും അങ്ങനെ അല്ലല്ലോ ചേട്ടാ. മക്കൾക്കും മരുമകൾക്കും അവരുടേതായ കടമകളില്ലേ, അതവർ ചെയ്യട്ടെ. മെനി മെനി ഹാപ്പി റിട്ടേൺസ്. ഓ, താങ്ക് യു. അച്ഛാ, ഞങ്ങളുടെ വക അച്ഛന് പിറന്നാൾ സമ്മാനം. ഓ, എന്തിനാ കുട്ടികളെ നിങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചേ? പിറന്നാൾ ഡ്രസ് ഇട്ടുകൊണ്ട് ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ. അതൊന്നും സാരമില്ല. മക്കളെ സന്തോഷപൂർവ്വം തരുന്നത് അച്ഛനമ്മമാര് സ്വീകരിക്കണം. ആ, ആ സാർ, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കായിരുന്നു. കേക്കെത്തി. വാ. എടുത്തി, നമ്മൾ ഓർഡർ ചെയ്ത കേക്കാ. ഇതെവിടെ വെക്കേണ്ടത്? ഇവിടെ വെച്ചാ മതി. ശരി. ഈ ഫ്ലവർ ബേസ് ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ്. അവിടെ വയ്ക്കാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. ഗിരി, നീ കേക്ക് സെറ്റ് ചെയ്യ. ഞാൻ ആ പായസം ഒന്ന് പാത്രത്തിലാക്കട്ടെ. ശരി എടുത്തി. എന്താ ഗിരി? ഒന്നിങ്ങോട്ട് വന്നേ. നമുക്കേ
ആ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഞാൻ എത്ര നോക്കിട്ടോ അതൊന്നും ശരിയാവുന്നില്ലെന്നേ. ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് ഒഴിച്ചു വെച്ചിട്ട് വരാം. അതൊക്കെ പിന്നെ ആവട്ടെ എടുത്തി. വല്യച്ഛനെ വിളിക്കുന്നതിന് മുൻപ് നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യാലോ. വേഗം വന്നേ. ഓ, ഈ ചെക്കൻ്റെ ഒരു കാര്യം. ദാ വരുന്നു. ഗൗരിജി വേഗം, ആരെങ്കിലും അറിഞ്ഞ ആകെ കുഴപ്പമാവും. നീ പേടിക്കാതെ, ആരും കാണില്ല. വാ, നീ ഇവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ഗ്ലാസ് തിരിച്ചറിയാൻ ഇത് മതി. ഗൗരിജി, ആ ഗ്ലാസ്സിലെ പായസം അവര് തന്നെ കുടിക്കണേ. എങ്ങാനും ഒന്ന് മാറിപ്പോയാ എല്ലാം കൊളാവും. ഒന്നുമില്ല, എല്ലാ കാര്യവും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. ചിലപ്പോ ഇത് കഴിക്കുന്ന ആള് തട്ടിപ്പോയാലോ? ഓ, കരുനാക്ക് വളച്ചൊന്നും പറയാതിടി കുരങ്ങ. ഇതേ വളയ്ക്കാൻ ചെയ്യുന്ന പണിയാ, അല്ലാതെ ഓടിക്കാനല്ല. ഈശ്വര രക്ഷിക്കണേ, ഇവളുടെ ഒരു കാര്യം. അതെ, നീ പേടിക്കണ്ട, ഇത് ഞാൻ തന്നെ സെർവ് ചെയ്തോളാം. ഈ ഗ്ലാസ് ഞാൻ തന്നെ എടുത്ത് അവൾക്ക് കൊടുത്തോളാം. കേക്ക് മുറിക്കുമ്പോ സ്വാതി ബോധത്തോടെ കാണില്ല. നോക്കെടുത്തി, ഞാൻ എത്ര നോക്കിയിട്ടും ഒറ്റ പൊക്കിന് കേക്ക് എടുക്കാൻ പറ്റുന്നില്ല. ചിലപ്പോ കേക്ക് പൊടിഞ്ഞു പോയാലോ? ഓ എന്റെ പൊന്ന് ഗിരി, ഒരു കവറിൽ നിന്ന് കേക്ക് എടുക്കാൻ പോലും അറിയില്ലേ? ഇത് ഞാൻ ശരിയാക്കി തരാം. ദാ ഇങ്ങനെ ചെയ്യണം. നോക്ക്, ഇനി എടുക്കാൻ പറ്റുമെന്ന് നോക്ക്. ഓ, ഇങ്ങനെയായിരുന്നോ? ദാ പിടിച്ചോ. ആ, അയ്യോ, ഞാൻ റെഡിയായില്ലല്ലോ. സ്വാതി, നിന്റെ ഈ സന്തോഷമെല്ലാം ഇപ്പൊ തീരും. ആ വീടൊരു മരണ വീടായി മാറാൻ പോവാ. എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്? പിറന്നാൾ സ്പെഷ്യലാ. അല്ലെങ്കിൽ ചേച്ചി ഉടുത്തൊരുങ്ങിയല്ലേ നടപ്പ്. പിന്നെ ഇന്ന് പിറന്നാളിനെ കുറിച്ച് പറയണോ? ആ, അത് തന്നെ. വാ, അടയാളമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞതുപോലെ ഗൗരിയച്ച് വേണം എല്ലാവർക്കും കൊടുക്കാൻ. എങ്കിലേ മയക്ക് വെടി പൊട്ടിച്ച് കുട്ടി എന്നെ തളയ്ക്കാൻ പറ്റും. എടി നന്ദിനി, ഈ ഐഡിയ പ്ലാൻ ചെയ്യാൻ മാത്രമല്ല, അത് നടപ്പിലാക്കാനും ഈ ഗൗരി മിടുക്കിയ. നീ കണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്നേന്ന്? ആ, നമുക്കേ അപ്പുറത്തെ ഒരുക്കങ്ങളൊക്കെ എന്തായി നോക്കിയിട്ട് വരാം. വാ. ആഹാ, പാൽപ്പായസം. ആരുമില്ല.
ഇതിലെന്താ? ചുണ്ടിലിടുന്ന ചായം ആ ഗൗരി പെണ്ണ് കട്ടു കുടിച്ചിട്ട് ബാക്കി വെച്ചതായിരിക്കും. എനിക്കങ്ങ് ശാപം. ഇതിനൊക്കട്ടെ പെണ്ണ്. എന്തായാലും ബാക്കിയുടെ ഒഴിച്ചു വെച്ചേക്കാം. നല്ല മണമുണ്ട്. നല്ല വയസ്സാന്ന് തോന്നുന്നു. അച്ഛാ, വല്യച്ഛൻ വരുന്നുണ്ട്. എന്തിനാടാ മക്കളെ ഇതെല്ലാം? ഇത്രയൊക്കെ വേണമായിരുന്നോ? അച്ഛാ, സത്യത്തിൽ ഇത് പുറത്ത് ഏതെങ്കിലും ഹോട്ടലിൽ വെച്ച് വലിയൊരു ഫംഗ്ഷൻ ആയിട്ട് നടത്തണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അല്ലേടാ? അതെ, സമയം തീരില്ലാതായി പോയി. അല്ലെങ്കിലേ ഞങ്ങൾ പൊളിച്ചേനെ. അതെ അതെ. മോളെ, എങ്ങനെയുണ്ട് അച്ഛന്റെ പിറന്നാൾ ഡ്രസ്? കൊള്ളാം. അച്ഛനത് നന്നായിട്ട് ചേരുന്നുണ്ട്. ഗൗരി, ഇപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും പരാതി തീർന്നില്ലേ? കേക്ക് മുറിക്കാൻ സമയമായോ സ്വാതി? സമയായേട്ടാ, ഇപ്പം മുറിക്കാം. പക്ഷേ ആദ്യം തരുന്ന മധുരം പിറന്നാൾ പായസമാ. ഞാനത് എടുത്തിട്ട് വരാം. അയ്യോ, പായസം ഞാൻ എടുത്തിട്ട് വരാം. വാ നന്ദിനി. പണിപ്പാളിന്ന് തോന്നുന്നു. ഇനി എല്ലാവർക്കും പായസം കുടിക്കാം. ഇനി താമേ, ഞാൻ കൊടുത്തോളാം. 6 ഗ്ലാസ് പായസം താങ്ങാനുള്ള ശക്തിയൊക്കെ എനിക്കുണ്ട്. ഞാൻ കൊടുത്തോളാം. ആദ്യം പിറന്നാളുകാരൻ എന്നെ കൊടുക്കാം. എടുക്ക സതുട്ടാ. അയ്യോ, എനിക്ക് വേണ്ടേ. ഇന്നലെ നോക്കിയപ്പോഴും ഷുഗർ 290. മോനെടുക്ക. മോനഗിരി, സ്വാതി മോളെ എടുക്ക. എടുക്ക് മോളെ, എടുക്ക്. ഇത് മോക്ക്. എന്താ മോളെ വേണ്ടേ? അത് പിന്നെ എടുക്ക് മോളെ. അമ്മ എടുത്തു തരാം. ഇതെന്താ, നിങ്ങൾ പായസം കുടിക്കുന്നില്ലേ? ഓ, കുടിച്ചോളാം. എങ്ങനെയുണ്ട്? നല്ല പായസല്ലേ? പിന്നെ പായസം കുടിച്ചല്ലേ ഇതുവരെ? കുടിക്കുമോളെ, നന്ദിനി കുടിക്കേ. എന്തോ പറ്റി? പായസം ഇഷ്ടമല്ലേ? മധുരമൊക്കെ നല്ല പാകത്തിന്. എന്നാ പിന്നെ കുടിക്കേ. വേണ്ട വേണ്ട, കുടിച്ചോ. എന്തായാലും ഇതില് നമ്മളിട്ട് അടയാളമില്ല. അത്രയും സമാധാനം. ഞാനും നോക്കി, എന്റെ ഗ്ലാസ്സിലും ഇല്ല. പിന്നെ ആരുടെ കയ്യിലെ മയക്കുമരുന്നുള്ള ഗ്ലാസ്? വേഗം കുടിക്കണം. ഇത് കഴിഞ്ഞിട്ടാണ് കേക്ക് മുറിക്കാൻ. പേടിക്കണ്ട, എനിക്ക് ഉറപ്പാ അത് അവൾക്ക് തന്നെയാ കിട്ടിയിരിക്കുന്നത്. ഈശ്വരാ,
കേക്ക് മുറിക്കാം. വാ അച്ഛാ. അച്ഛാ. വാ. വരും. അപ്പോ നമുക്ക് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാം. ഒരു മിനിറ്റ്. കേക്ക് മുറിക്കുന്നതിന് മുമ്പ് നമുക്കൊരു സെൽഫി എടുക്കാം. എന്താ? നോക്ക് എല്ലാരും നോക്ക്. അപ്പോ നമുക്ക് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാം. ഒരു മിനിറ്റ്. കേക്ക് മുറിക്കുന്നതിന് മുമ്പ് നമുക്കൊരു സെൽഫി എടുക്കാം. എന്താ? നോക്ക് എല്ലാരും നോക്ക്. അച്ഛാ ഒരു മിനിറ്റ്. ഹലോ മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം?